ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ടെക്നോളജി അണ്ണൻ എന്നത്തെയും പോലെ പുതിയ വർഗീയതയായിട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അണ്ണൻ ഇന്നത്തെ കുരുവട്ടലിന്റെ കാരണം എന്താ അറിയാം? മലപ്പുറത്തുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾ മൊത്തം വിജയിച്ചല്ലോ. കോണി ചിഹ്നത്തിൽ നിന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളും എല്ലാണ്ട് മുസ്ലിം നാമധാരികളായ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചെന്നാണ് നമ്മളെ ടെക്നോളജി അണ്ണൻ കുരുപൊട്ടിക്കൊണ്ട് പറയുന്നത്. സാധാരണ നമ്മുടെ ടെക്നോളജി അണ്ണൻ STP ഇനിയാണ് വർഗീയ പാർട്ടി എന്ന് പറയില്ലേ, പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞത് മുസ്ലിം ലീഗും വർഗീയ പാർട്ടി എന്നാണ്. നമുക്കെന്തായാലും നമ്മുടെ ടെക്നോളജി അണ്ണൻ കുരുപൊട്ടിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ? ഞങ്ങളുടെ മലപ്പുറത്തൊക്കെ മുസ്ലിങ്ങൾ മൊത്തം കോണി വെച്ച ടൈമ കയറി സ്വർഗത്തേക്ക് എത്തി. ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് ഇനിയും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ കേന്ദ്രം ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും എന്തായിട്ടുണ്ടാവും? മുസ്ലിം ലീഗ് ആയിട്ടുണ്ടാവും ഇല്ലേ? അതങ്ങനെ വരൂ. ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന മുസ്ലിം ലീഗിലെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? വ്യക്തമായ മതമാണ്. ആ മതചിന്തയിൽ നിന്നൊരു കോണി വെച്ചെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചവിട്ടിക്കേറി സ്വർഗത്തേക്ക് എത്താം. എന്റെ ടെക്നോളജി അണ്ണ, നിന്റെ വായിന്ന് ഇമാതിരി ചാണക വർത്താനം വരുമെന്ന് എനക്കറിയാം. മലപ്പുറത്ത് ഏണി ചിഹ്നത്തിൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചെന്ന് പറയുമ്പോ കുറച്ചൊരു ഉളുപ്പുണ്ട് എനിക്ക്. കാരണം അമ്മാതിരി പച്ചക്കള്ളല്ലേ നീ പറഞ്ഞു വരുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഏണി ചിഹ്നത്തിൽ മത്സരിച്ച ഒരുപാട് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഹിന്ദു സ്ഥാനാർത്ഥികളോട് തോറ്റിട്ടുണ്ട് എന്റെ ടെക്നോളജി അണ്ണ. അതും എവിടെയാണ് തോക്കുന്നതെന്നറിയാം? മുസ്ലിം ഭൂരിപക്ഷമായ മേഖലകളിലാണ് ഹിന്ദു സ്ഥാനാർത്ഥികളോട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വരെ തോറ്റിട്ടുള്ളത്. ആ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ ആയാലും ശരി, ഏത് മുസ്ലിം സ്ഥാനാർത്ഥിയായാലും ശരി, അവരെയൊക്കെ തോപ്പിക്കുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് എന്റെ ടെക്നോളജി അണ്ണ. പിന്നെ നീ ആദ്യം പറഞ്ഞേ ഇന്ത്യ എങ്ങാനും മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗ് ആവുന്നു. വൃത്തികെട്ടവനെ, നിന്റെ നേതാവുണ്ടല്ല വെള്ളക്കാരോട് മാപ്പപേക്ഷിക്കുമുണ്ടല്ല ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുണ്ടല്ല അതേ വെള്ളക്കാരോട് ഏറ്റുമുട്ടിട്ട് രക്തസാക്ഷിയാവുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ രക്തസാക്ഷികളുടെ പിന്തലമുറക്കാരെയാണ് നീ ഇമാതിരി ഊളത്തരം പറയുന്നത്. നീ ആദ്യം ഉണ്ടല്ല നിന്റെ സംഖ്യയുടെ പാരമ്പര്യം മാപ്പ് പറയലും ഒറ്റിക്കൊടുക്കലാണെന്നുള്ള ചരിത്രം ആദ്യം പഠിച്ചിട്ട് വാട്ടാ. നമുക്ക് ഇവന്റെ അടുത്ത ഊളത്തരം കരുതി വരാം. വാ. നമ്മളാണെങ്കിലോ മതേതരം കളിച്ചുകൊണ്ട് കോൺഗ്രസിന് കുറെ വോട്ട് കൊടുക്കും, CPM കുറെ വോട്ട് കൊടുക്കും, കുറച്ച് ആൾക്കാർ BJPക്കും വോട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിജയിപ്പിക്കേണ്ടത് ഇവിടെ BJP ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഹൈന്ദവന്റെ ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുന്നു, ക്ഷേത്രങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സ്വത്തുവകകൾ കൊള്ളയടിക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ശരിക്കും ഇവിടുത്തെ ഹൈന്ദവരെ തെരഞ്ഞെടുക്കേണ്ടത് ഹിന്ദുക്കളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതിപ്പോ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ BJP ഉള്ളൂ. ഇനി കോൺഗ്രസ് ആണ് അതിന് തയ്യാറാവുന്നതെങ്കിൽ നിങ്ങൾ കോൺഗ്രസിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കൾ. പിന്നെ CPM ആണ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ CPM-നെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ബോധവും ഇല്ലാത്ത മനുഷ്യന്മാരായി നിങ്ങൾ മാറിയാൽ നിങ്ങളെ മാറ്റി എന്നാണ് പറയാൻ പറ്റുന്നത്. പക്ഷേ ഈ ഇലക്ഷനിൽ എനിക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. ഓരോ വർഷം കഴിയുന്തോറും എന്നെപ്പോലത്തെ ആളുകളുടെ നിരന്തരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പല ആളുകളിലും മാറ്റങ്ങൾ വരുന്നു, ചിന്തകൾ മാറുന്നു, ഹിന്ദുത്വത്തിലോട്ട് അടുക്കുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഹിന്ദുത്വത്തിലോട്ട് വരണം അല്ലെങ്കിൽ ഹിന്ദുത്വം ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്ന ആരെ ആക്രമിക്കാനോ കൊല്ലാനോ ഒന്നുമല്ല. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനെങ്കിലും നിങ്ങൾ ഹിന്ദുത്വം സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെ ടെക്നോളജിയാണ് പറഞ്ഞു വരുന്നത് ഹിന്ദുക്കളെല്ലാം ഹിന്ദുത്വ പാർട്ടിയായ BJPക്ക് വോട്ട് ചെയ്യണമെന്നാണ്. അതായത് ഇപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടല്ല അവിടുത്തെ ഹിന്ദുക്കൾക്ക് 50 രൂപക്കാണ് പെട്രോളും ഡീസലും കൊടുക്കുന്നത്. എന്തിന് വെറും 500 രൂപക്കാണ് ഒരു കുറ്റി ഗ്യാസ് കൊടുക്കുന്നത്. പിന്നീടല്ല ഇൻഡിഗോ വിമാനം എത്ര മുടങ്ങിയാലും ഹിന്ദുക്കൾക്ക് വേണ്ടി അത് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പാതി രാത്രിയിൽ വേണമെങ്കിലും പറക്കാൻ തയ്യാറാണ്. പിന്നെ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ട്രെയിൻ ഉണ്ടല്ല, ആ ട്രെയിനിൽ ഹിന്ദുക്കളാണെങ്കിലല്ല AC കോച്ച് കിട്ടും, നല്ല തണുപ്പുള്ള AC കോച്ച്. പിന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേറൊരു പ്രത്യേകത എന്താ പറയാ? അവിടുത്തെ ദളിതര് ഉണ്ടല്ല, ആ ദളിതരുടെ കാല് ബ്രാഹ്മണന്മാരാന്ന് കഴുകി കൊടുക്കുക. എന്നിട്ട് ആ ബ്രാഹ്മണന്മാർ ദളിതരെ കൈപിടിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെന്നാണ് നമ്മുടെ ടെക്നോളജിയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളും കുറച്ച് വിവരമുള്ള ആൾക്കാരും പച്ച കള്ളം പറയുന്നതാണ്. എന്റെ ടെക്നോളജി അണ്ണ മണ്ടത്തരവും പൊട്ടത്തരവും വർഗീയതൊക്കെ പറഞ്ഞോ ഇടക്കെങ്കിലും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള വർത്താനം എന്ന് പറയാ. നമുക്ക് ടെക്നോളജി അണ്ണന്റെ അടുത്ത വിഡൽസ് കേൾക്കാം. അത് പറ്റാത്തടത്തോളം കാലം നിങ്ങൾ ശരിക്കും പറഞ്ഞ വിഡ്ഢികളാണ്. അവർ നോക്കും, നിങ്ങൾ അവർക്ക് അവരുടെ ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു, നിങ്ങൾ എല്ലാവരും കാണുന്നില്ല. അവരുടെ ലൈഫ് തന്നെ നിങ്ങൾ നോക്കും, ഭയങ്കര മാറ്റമാണ് അവരുടെ ലൈഫിൽ വരുന്നത്. അതെന്താണ്? അവർ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണ്. അവരൊരു 500 വോട്ടുള്ള ഒരു മുസ്ലിം ഏരിയയിൽ അവർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി അവിടെ മത്സരിക്കും, അവർ ജയിക്കാൻ ശ്രമിക്കും. കാരണം അവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാ വോട്ടുകളും ഈ പറഞ്ഞ ലീഗിന് വന്ന് കയറും. ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അവരുടെ ജീവിതത്തിൽ, കാരണം ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവൻ മുന്നിൽ നിൽക്കുന്നത്, അവൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാൻ ആളുകളില്ല. നിങ്ങളുടെ വോട്ട് വാങ്ങുന്നു പോകുന്നു, നിങ്ങളായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റ് അവർക്കില്ല. നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയത്തിന്റെ പ്രേമം കാരണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രേമം കാരണം നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്. വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരാളെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളുടെ വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്.
അണ്ണൻ എന്താ പറഞ്ഞു വരുന്നറിയാം. മുസ്ലിം ലീഗോ മുസ്ലിം സ്ഥാനാർത്ഥികളോ കേരളത്തിൽ വിജയിച്ചെങ്കിൽ അവരുണ്ടല്ല മുസ്ലിങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുന്നതാണ് നമ്മൾ അണ്ണൻ പറഞ്ഞു വരുന്നത്. എന്ത് മനോഹരമായ വൃത്തികെട്ട നാറിയ ചിന്തയാണ് എന്റെ വേട്ടാവളിയ നിന്റേത്. എന്നിട്ട് നീ പറയുന്ന രീതിയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം സ്ഥാപനങ്ങളിൽ മൊത്തം ജോലി ചെയ്യുന്നത് മൊത്തം മുസ്ലിങ്ങളാണല്ലോ. വൃത്തികെട്ടവനെ, നീയും നിന്റെ സംഖ്യകളെല്ലാം ഏതെങ്കിലും ഒരു സ്ഥാപനം തുറന്നിട്ടുണ്ടല്ല, ആ സ്ഥാപനത്തിൽ മതം നോക്കി മാത്രമല്ല ആൾക്കാരെ എടുക്കുന്നത്, ജാതി നോക്കിയിട്ട് വരെയാണ് നീയൊക്കെ സ്ഥാപനങ്ങളിൽ ജോലിക്കാരെ എടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് മതവും ജാതിയും നോക്കാതെ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങൾ ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ പാവപ്പെട്ട ഹിന്ദുക്കളുടെ കുടുംബങ്ങൾ പട്ടിണിയൊന്നും കൂടാതെ സന്തോഷമായി ഈ കേരളത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന പാവ ഹിന്ദുക്കളുടെ സന്തോഷം ഇല്ലാതാക്കല്ലേ എന്റെ ടെക്നോളജി വർഗീയ വിഷമേ. പിന്നെ വേറൊരു കാര്യം കേട്ടാ, അറബ് രാജ്യങ്ങളെല്ലാം ഹിന്ദു രാജ്യമായോണ്ട് ഭാഗ്യം. അതുകൊണ്ട് മാത്രമാണ് അറബ് രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ കഷ്ടകാലത്തിന് അറബ് രാജ്യങ്ങളെങ്ങാനുണ്ടല്ല മുസ്ലിം രാജ്യം ആയിരുന്നെങ്കിൽ നമ്മളെ പാവപ്പെട്ട ഹിന്ദുക്കൾ എവിടെ പോയി ജോലി ചെയ്യും? അല്ല എന്റെ ടെക്നോളജി കണ്ടാ. നിന്റെ ഈ ചാണകം നിറഞ്ഞ തലയുണ്ടല്ല എവിടെയും ഉപേക്ഷിക്കാൻ വിടാൻ പാടില്ലട്ടാ. ആ ചാണകം നിറഞ്ഞ തല ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. എന്തിനറിയാം, വരും തലമുറക്ക് പഠിക്കണം. ഇത്രമാത്രം വർഗീയതയുള്ള ഒരു തല നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന് വരും തലമുറ പഠിക്കണം. നമുക്ക് ടെക്നോളജിയുടെ അടുത്ത കുത്തുതിരിപ്പ് കേട്ടിട്ട് വരാം. വാ. നിങ്ങളുടെ അമ്പലം കാത്തു സൂക്ഷിക്കുന്നവർ, നിങ്ങളുടെ ക്ഷേത്ര സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുന്നവർ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു തരാൻ കഴിയുന്നവർ, അവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മതമായിട്ട് കോട്ട് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യണം. അവർ തിരിച്ചും നിങ്ങളോടും അങ്ങനെ തന്നെ ആയിരിക്കണം. ആ സമയത്തെ നിങ്ങൾക്ക് ഉയർന്നൊരു ജീവിതം നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ ഈ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ ഈ മതമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിശ്വാസമില്ല എന്ന് പറയുന്ന, വിശ്വാസങ്ങളെല്ലാം മിത്താണെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പിന്നാലെ പോവുകയോ, അല്ലെങ്കിൽ മതേതരത്തിന്റെ വലിയ ഭാഷ സംസാരിക്കുന്ന വേറൊരു പാർട്ടി ഉണ്ടല്ലോ അവരുടെ കൂടെ പോവുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചം ഉണ്ടാവില്ല. നിങ്ങളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഹിന്ദുത്വ പാർട്ടികളെയാണ്, ഹിന്ദുത്വ വിശ്വാസികൾ ഭരിക്കുന്ന പാർട്ടികളെയാണ്. കാരണം എന്താണ്? അവരിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുനർജീവനം കിട്ടുള്ളൂ. അണ്ണം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ? ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ഹിന്ദു പാർട്ടിയായ ബി.ജെ.പി. ഡൽഹിയിൽ വന്നതിന് ശേഷം ഉണ്ടല്ല, ഡൽഹിയിൽ ആർ.എസ്.എസിന്റെ ഓഫീസിന് വേണ്ടി അടുത്തുള്ള ഒരു അമ്പലത്തോട് പറഞ്ഞ് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക അമ്പലമേന്ന്. അമ്പലം കേട്ടില്ല. അതുകൊണ്ട് ആർ.എസ്.ആർ എന്ത് ചെയ്ത് ആ അമ്പലത്തെ എടുത്തിട്ട് കുറച്ച് എങ്ങോട്ടോ മാറ്റിവെച്ച്. അതുപോലെ തന്നെ അയോധ്യയിൽ ക്ഷേത്രം പണിതപ്പോണ്ടല്ല, അവിടെ 5 സ്റ്റാർ ഹോട്ടലിനും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും വേണ്ടി അവിടെ ഒരുപാട് ഹിന്ദുക്കളെ വീടുണ്ടായിരുന്നു. ആ വീടുകളുടെ ഒക്കെ അടുത്ത് പോയിട്ട് ബി.ജെ.പിക്ക് പറഞ്ഞ് വീടേ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. ആ വീടുകളൊന്നും ഇവര് പറഞ്ഞത് കേൾക്കാത്തോണ്ട് ആ വീടുകൾ എടുത്തിട്ട് ഈ ബി.ജെ.പിക്കാർ എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ആ പാവപ്പെട്ട ഹിന്ദുക്കൾ ഇപ്പൊ പെരുവഴിയിലാണ് കിടക്കുന്നത്. അതാണ് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ബി.ജെ.പിനെ വിജയിപ്പിച്ച കിട്ടുന്ന നല്ലൊരു പ്രതിഫലം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടല്ല, ദളിതര ഉന്നത കുലക്കാരായ ബി.ജെ.പിക്കാർ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് വേറെ എവിടെയും ദളിതരെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഈ ഉന്നത കുലക്കാരുണ്ടല്ല, ഈ ദളിതരെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഉണ്ടല്ല നല്ല സ്നേഹത്തോടുകൂടി ചവിട്ടിക്കൂട്ടും. ഒരേ ചവിട്ടിക്കൂട്ടല്. എന്റെ ടെക്നോളജി എണ്ണ, നിനക്ക് എങ്ങനെയാണ് നിന്റെ ഈ വായനെ കൊണ്ട് ഇത്രമാത്രം പച്ചക്കള്ളം പറയാൻ പറ്റുന്നത്? എന്റെ ടെക്നോളജി എണ്ണ, ഈ കേരളത്തിലുണ്ടല്ല ബി.ജെ.പി ഭരിക്കാതെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ആ സന്തോഷത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ സന്തോഷം കളയല്ലേ എന്റെ ടെക്നോളജി എണ്ണ. ഈ കേരളത്തിൽ മനസമാധാനവും സന്തോഷവും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നീയും നിന്റെ സംഖ്യകളും മാത്രമാണ്. ആ നിങ്ങളുടെ മനസമാധാനം ഇല്ലാതാക്കുന്നത് എന്താണെന്നറിയാം? ഈ കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒരു വർഗീയത ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നത്, ഇത് മാത്രമാണ് നിന്റെ സംഖ്യയുടെ ഉറക്കം കെടുത്തുന്നത്. അതുകൊണ്ട് ടെക്നോളജി എണ്ണ, നിനക്കുണ്ടല്ല മനസമാധാനത്തോടെ ജീവിക്കണം, മനസമാധാനത്തോടെ കടന്നുറങ്ങണം എന്നുണ്ടെങ്കിണ്ടല്ല, നീയുണ്ടല്ല നിന്റെ തലയിൽ ആ വർഗീയ ചാണകമില്ലേ, ആ ചാണകം അങ്ങ് ഉപേക്ഷിക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല, പറ്റില്ലായിരിക്കും. എന്നാലും നീ ഒന്ന് ശ്രമിച്ചു നോക്കിട്ടെ. ആ വർഗീയ ചാണകം നിന്റെ തലയിൽ നിന്ന് പോയാണ്ടല്ല, നിനക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാം, സന്തോഷിക്കുക, ചിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ രുചിയോടുകൂടി കഴിക്കാൻ പറ്റൂ. അതുകൊണ്ടല്ല നീ ഇടക്കിടക്ക് ഈ മുസ്ലിം എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ല, അതങ്ങ് നിർത്തന്റെ ടെക്നോളജി ആണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ല, മുസ്ലിങ്ങളെയൊക്കെ സ്നേഹത്തോടെ കാണാൻ നോക്ക്. അങ്ങനെ സ്നേഹത്തോടെ കാണാൻ നോക്കുമ്പോ നിന്റെ മനസ്സിലുള്ള ആ വെറുപ്പുണ്ടല്ല, മൊത്തം നിന്റെ ശരീരം മൊത്തം കാർന്നു നിന്ന ആ വെറുപ്പ് അങ്ങ് പോയിട്ട് ഈ ഒരു നല്ല മനുഷ്യനാവും. നടക്കുന്ന കാര്യം എന്നല്ലാതൊക്കെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഭയത്തോടെ ജീവിക്കുന്നത്. ആ ഭയത്തോടുള്ള ജീവിതം കേരളത്തിലെ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നില്ല. നീണ്ടല്ല കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളിൽ വിജയം കണ്ടില്ലേ, അതങ്ങ് മതിമറന്നങ്ങ് ആഹ്ലാദിക്കാൻ നിൽക്കണ്ടട്ടാ. ആ വിജയവും കേരളം ഇല്ലാതാക്കും. തെറ്റ് പറ്റിക്കഴിഞ്ഞാല് തിരുത്താൻ കേരളത്തിന് അറിയുന്നത് പോലെ, മലയാളിക്ക് അറിയുന്നത് പോലെ ലോകത്ത് വേറെ ആർക്കും അറിയില്ല എന്റെ ടെക്നോളജി ആണ്. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ടട്ടാ. അപ്പൊ ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ മുതൽ കിടക്കുന്നവരെ വർഗീയത പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത എന്റെ ടെക്നോളജി ആണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.